ഞങ്ങൾ സ്ത്രീകളുടെ ശബരിമല അതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും പൊങ്കാല ഇടാൻ പോകുന്നത്. അടിച്ചു മാറ്റില്ല കേട്ടോ, പൊങ്കാല ഇടുന്നുണ്ട്. യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വി രാജേഷാണ് അതിൻ്റെ എല്ലാ പദ്ധതികൾക്കും പിന്നാലുള്ള ആ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജമാക്കിയ പച്ചപ്പന്തലിൽ തോറ്റം പാട്ടുകാർ കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം ദർശിച്ച് പ്രാർത്ഥിച്ചതോടെ ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ആറ്റുകാൽ അമ്മയെ കാണാൻ ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ഭക്തജനം ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണോ അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്? ഒപ്പം ഇന്ന് എന്തൊക്കെ ചടങ്ങുകൾക്കാകും ആറ്റുകാൽ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുക? അശ്വതി, KP ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാപ്പുകെട്ട് ചടങ്ങോട് കൂടിയിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേവിയെ പ്രത്യേകം ആവാഹിച്ച് അത്തരത്തിലുള്ള വ്യത്യസ്തമായ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഏകദേശം 5:30ക്കാണ് കാപ്പുകെട്ട് ചടങ്ങ് നടന്നത്. അതിനുശേഷം ഈ വർഷത്തെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയുടെ പൊങ്കാല നടക്കുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആ ദിവസം മാർച്ച് 3-ന് നടക്കുന്ന പൊങ്കാല ഇടുന്നതിന് വേണ്ടി നിരവധി സ്ത്രീകൾ ഇവിടേക്ക് എത്തും. അതിനുള്ള അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനുബന്ധിച്ചുള്ള ഈ 10 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ചടങ്ങുകളിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമായ പൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അപൂർവമായിട്ടാണ് വൈകിട്ട് കാപ്പുകെട്ട് ചടങ്ങ് നടന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, കാപ്പുകെട്ട് നടക്കുന്നത് സാധാരണ രാവിലെയാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് ആണ് ഈ കാപ്പുകെട്ട് ചടങ്ങ് നടന്നത്. 5:30ക്കാണ് നടന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 4:35-ന് കാർത്തിക നക്ഷത്രം തുടങ്ങുന്നത് കൊണ്ടാണ് ചടങ്ങ് വൈകിട്ടായത്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ തോറ്റം പാട്ട് ആരംഭിച്ചു. അതിനുശേഷമാണ് ഈ കാപ്പുകെട്ട് ചടങ്ങ് നടന്നത്. അങ്ങനെ ഈ വർഷത്തെ ഈ ഒരു പൊങ്കാല ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. നമുക്കറിയാം, നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാ സമയവും പൂജകളിലടക്കം അത്തരത്തിലുള്ള വ്യത്യസ്തമായ സമയങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ആറ്റുകാലിൽ ഉള്ളത്. നിരവധി ഭക്തർ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിൽ നൂറുകണക്കിന് ഭക്തർ രാവിലെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. ആ ദിവസം തന്നെ ഭക്തിസാന്ദ്രമാണ്, ജനസഞ്ചയം തന്നെയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ പൊങ്കാല. അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതെ.